ദേവാ 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 ഹായ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. സലാർ ഡയറക്ടർ പ്രശാന്ത് നീൽ. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ രാവിലെ ആവും. റിവ്യൂ തീരാൻ. അതുകൊണ്ട് നമുക്ക് നോർമലി പറയാം. ഹായ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് സലാർ റിവ്യൂലോട്ടാണ്. സലാർ ഡയറക്ടർ പ്രശാന്ത് നീൽ. ഇപ്പം തുടക്കത്തിൽ ടോട്ടലി നോക്കുകയാണെങ്കിൽ ഇത് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് വലിയ രീതിയിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല. പടം തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഈ ദേവയുടെയും, അതായത് പ്രഭാസിൻ്റെയും വരദരാജ മന്ന, അത് പൃഥ്വിരാജിൻ്റെയും കൊച്ചുനാളിലത്തെ കഥ തൊട്ടാണ് തുടങ്ങുന്നത്. ആ തുടങ്ങുന്നത് വെച്ച് നോക്കുമ്പം എനിക്ക് പൃഥ്വിരാജിൻ്റെ കൊച്ചിലെ ചെയ്ത ആ പയ്യൻ നല്ലോണം ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നി. എനിക്ക് നല്ലോണം ചെയ്തിട്ടുണ്ട്. മറ്റേ ദേവയുടെ കൊച്ചുനാളിൽ ചെയ്ത ആ പയ്യൻ അഭിനയിക്കുന്ന ഒരു ഫീലിംഗ് കിട്ടും. കാരണം ഇത് നമ്മൾ KGF കണ്ടേ, KGF-നകത്ത് ഒരു പയ്യൻ കാണുന്നുണ്ട്. അതിനകത്തുള്ള സെയിം തന്നെ. അപ്പോൾ KGF തന്നെ എടുത്ത് ഇങ്ങോട്ട് മാറ്റി കഥയൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി എങ്ങനെ ഇരിക്കും, അതേപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് സലാർ. അത് കഴിഞ്ഞിട്ട് ഇൻട്രോ. ഇപ്പം എനിക്ക് പോസിറ്റീവായിട്ട് ഇതിനകത്ത് തോന്നിയ കുറച്ച് കാര്യം എന്ന് പറഞ്ഞാൽ, പ്രഭാസിനെ കുറച്ച് നാളുകൊണ്ട് പ്രഭാസിനെ നമ്മൾ ഇതുപോലെ കാർട്ടൂൺ പ്രഭാസും ഇതുപോലൊക്കെ ആയിട്ട് കോമഡി ആയിട്ട് കിടക്കുന്ന പ്രഭാസിനെ ഇതിനകത്ത് കുറച്ച് ഇച്ചിരി സ്റ്റഡി ആയിട്ട് നല്ല രീതി കണ്ടിട്ടുണ്ട്. അല്ലാതെ ഇതിനകത്ത് കൂടുതലൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോൾ പ്രശാന്ത് നീലിന് എന്ന് പറഞ്ഞാൽ പ്രശാന്ത് നീലിന് കുറച്ച് അഹങ്കാരം കൂടിപ്പോയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നല്ലൊരു ഔട്ട്പുട്ട് KGF ഫസ്റ്റ് സെക്കൻഡിൻ്റെ നല്ലൊരു ഔട്ട്പുട്ട് തന്ന പ്രശാന്ത് നീൽ ഇപ്പം സലാറിലോട്ട് വരുമ്പോൾ നമ്മൾ വിചാരിക്കും സലാർ KGF തന്നെ മേളിൽ നിൽക്കുന്ന ഒരു പടമായിരിക്കുമെന്ന്. അപ്പോൾ ഇത് കണ്ടിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ KGF-നകത്ത് ഫസ്റ്റും സെക്കൻഡും നമ്മൾ രജിസ്റ്ററായി കിടക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം നമ്മളിപ്പോൾ ഈ റോക്കി ബോയുടെ കുറച്ച് രജിസ്റ്ററായി രജിസ്റ്ററായി കിടക്കുന്ന കാര്യങ്ങളുണ്ട്. അത് എടുത്ത് നേരെ സലാറിൻ്റെ സീൻ ഫൈറ്റ് സീനാണ്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഷോട്ടുകൾ നല്ലോണം ക്ലാപ്പ് അടിച്ച് ചെയ്യാനുള്ള രീതിയൊക്കെ വന്നിട്ടുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ആ ഒരു കാളിയുടെ ആരാധിക്കുന്ന ഒരു നാട്ടുകാരുണ്ട്, അവരുടെ അവിടെ വെച്ചൊരു ഫൈറ്റ് ഉണ്ട്. അതിനകത്തൊരു സീനുണ്ട്. അത് നല്ല രീതിയിൽ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട്. കാരണം ആ കത്തിയ ഫൈറ്റ് ആണെങ്കിലും ആ ഒരു ഗ്രാഫിക്സ് വെച്ച് ഇതിവിടെ തൊട്ട് വലിയൊരു കുന്തം വെച്ച് എറിഞ്ഞ് ഒരു വരിയിലുള്ള ആൾക്കാരെ എല്ലാം കയറ്റിയിട്ട് ഇത് കാണിക്കുന്നത് അത് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഗ്രാഫിക്സ് ആയിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിലും കത്തി കൊള്ളുന്നതൊക്കെ നല്ല രീതി പറ്റിയിട്ടുണ്ട്. പിന്നെ അതിനകത്ത് തുടക്കം ഒരു ഫൈറ്റുണ്ട്, ശ്രുതിഹാസനെ പിടിച്ചോണ്ട് പോകുമ്പോൾ ഒരു ഫൈറ്റുണ്ട്. അത് എനിക്ക് അത്ര അപ്പോൾ സിഗരറ്റ് കത്തിക്കുന്ന കൊള്ളാം, പക്ഷേ ആ ഫൈറ്റ് സീനായിട്ടാണ് തോന്നിയത്. കാരണം ഓടി വരുന്ന സീന്, ഇപ്പോൾ കുറച്ചെങ്കിലും വിശ്വസിക്കണ്ടേ. അപ്പോൾ ഓടി വന്ന് അടിക്കുന്നൊരു ഫൈറ്റാണ്. അപ്പോൾ ഓടി വന്ന് അടിക്കുന്ന ആൾക്കാർ ഇപ്പം ഒരു 50 മീറ്റർ 100 മീറ്റർ നിന്നാൽ ആ 50 മീറ്റർ ഓടി വന്നിട്ട് ആ 100 മീറ്ററും കൂടി ചാടി അടിക്കുന്ന രീതിയിലാണ് കാണിച്ചേക്കുന്നത്. അവർക്ക് ബാക്കിയും കൂടെ ഓടിപ്പോയാൽ എന്താണെന്ന് എനിക്ക് തോന്നിപ്പോയി. അത് അത്ര രസകരമായിട്ട് എനിക്ക് തോന്നിയില്ല. കുറച്ച് കത്തി ഫൈറ്റാണ്. ഇപ്പം നിങ്ങൾ 2023 ഏറ്റവും ദുരന്ത സിനിമയാണ് വാരിസിൻ്റെ ഫൈറ്റ് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ, ഒരു ഫൈറ്റ്, വിജയുടെ കരിയറിലെ ഏറ്റവും വലിയ പന്ന ഫൈറ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിലും മോശം ഫൈറ്റാണ് തുടക്കം. എന്ന് പറഞ്ഞാൽ ചില സീനുകൾ നല്ല രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ക്ലാപ്പ് ചെയ്യേണ്ട സീനൊക്കെ ഫൈറ്റിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്, അങ്ങും ഇങ്ങുമൊക്കെ. അല്ലാതെ ഫൈറ്റ് മൊത്തം നോക്കുവാണെങ്കിൽ ഫൈറ്റ് തന്നെയാണ്. പിന്നെ ശ്രുതിഹാസനെ ഇതിനകത്ത് പിടിച്ചിട്ടേക്കുന്ന എന്തിനാണെന്ന് അറിയത്തില്ല. അത്ര എനിക്ക് അത്ര രസകരമായിട്ട് എനിക്ക് തോന്നിയില്ല ശ്രുതിഹാസനെ പിടിച്ചിട്ട്. അത് ചുമ്മാതെ വയസ്സായി അഭിനയിക്കാൻ ഒന്നും പറ്റത്തില്ല. ആദ്യത്തെ പടം 7 ആയാലും അതിനകത്തും ഒന്നും ചെയ്യാനില്ല, ചുമ്മാതെ. അപ്പോൾ അതിനെപ്പറ്റി എനിക്കൊന്നും പറയാനില്ല. പിന്നെ ഇതിനകത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ വയലൻസ് സത്യം പറഞ്ഞാൽ കണ്ട് മടുത്തെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഉള്ള സിനിമയ്ക്കകത്ത് മൊത്തം, ഇപ്പം ബാഹുബലിക്കകത്ത് KGF വന്നിട്ടുണ്ട്, മറ്റേ കൈദി, വിക്രം, എല്ലാം കൂടെ എടുത്ത് എല്ലാത്തിനകത്ത് മൈസൂർ. ഇപ്പോൾ ലേറ്റസ്റ്റ് ഇറങ്ങിയ ലിയോ, ജയിലർ, ഇതിനകത്ത് മൊത്തം വയലൻസ് കാണിക്കുന്നുണ്ട്. വയലൻസ് കണ്ട് മടുത്ത്. ഇത് കണ്ടിട്ട് വയലൻസ് ഒന്നും എനിക്ക് വലിയ രീതിയിലുള്ള കാല് വെട്ടുന്നു, കൈ വെട്ടുന്നു, ഇതൊക്കെ കണ്ട് മടുത്ത ഒരു സീനുകളാണ്. പിന്നെ തോക്കുകൾ ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ, കൈദിക്കകത്ത് എടുത്ത് വെടിവെക്കുന്നുണ്ട്, കണ്ണ് തള്ളി, ആ സീൻ മാത്രം കുറേ വട്ടം കണ്ടിട്ടുണ്ട്, കാണാൻ നമുക്ക് പ്രേരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കണ്ടതാണ് കൈദിക്കകത്ത് ആ തോക്ക്. അതേപോലെ കൊണ്ടുവന്ന് ഇതിനകത്ത് ഒരു കെട്ട് തോക്ക് കൊണ്ടുവന്ന് വെടിവെക്കുക, മൊത്തം ശബ്ദം കടകട ഒന്നോ ചെറുതായിട്ട് മങ്ങിയിരിക്കുമ്പോൾ കടകട എന്നുള്ള ശബ്ദമാണ് മൊത്തം. അങ്ങനെ തുടക്കം തൊട്ട് വെടി, പുക, പിന്നെ ഇതിനകത്ത് എല്ലാം ഉണ്ട്. ഇതിനകത്ത് എല്ലാ പിസ്റ്റലും, ഇതിനകത്ത് ലോകത്തുള്ള എല്ലാ വെപ്പൺസും ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ലോകത്തുള്ള എല്ലാ തോക്ക്,
കുന്താലി, കോടാലി, കത്താള്, വെട്ടുകത്തി, ഇരുമ്പ്, പപ്പടം കുത്തി, കലം, ഗ്യാസ് കുറ്റി, എല്ലാ വെപ്പൺസും ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും രജിസ്റ്റർ ആവുന്നില്ല. അത് തന്നെ പ്രശാന്ത് നീലൊന്ന് മാറ്റി ചിന്തിച്ചാൽ നല്ലതായിരിക്കും. ഇത് നിങ്ങൾ തന്നെ KGF കാണിക്കുന്നുണ്ട്, അത് തന്നെ എടുത്ത് ഇപ്പം ജവാനകത്ത് എന്തുവാ അറ്റ്ലി ചെയ്തതിൻ്റെ തൊട്ട് എടുത്ത് മാറ്റിയിട്ടിട്ട് എന്തോ കാര്യം. അറ്റ്ലി ചെയ്ത് വിജയ് വെച്ച് ക്ലാപ്പ് ചെയ്ത കുറേ സാധനം എടുത്ത് ജവാനി കയറ്റിയിട്ടുണ്ട്. അതേപോലെ റോക്കി ബൈ ക്ലാപ്പ് കിട്ടിയ കുറേ സാധനം എടുത്ത് ഇതിനകത്ത് കുറേ സാധനമല്ല, കുറേ അധികം സാധനം ഇതിനകത്ത് കയറ്റിയിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഒരു വട്ടം ആവറേജ് പടം ഒരു വട്ടം തിയേറ്ററിൽ കണ്ടിരിക്കുക, അല്ലാതെ ഇതിനകത്തൊന്നും കൂടുതൽ ഒന്നും കാണിക്കാനില്ല. എന്ന് പറഞ്ഞാൽ ഒന്നും കാണിക്കാനില്ല. ചുമ്മാതെ ഓടിച്ചുകൊണ്ട് പോകുന്ന ഒരു സിനിമ 2.5 മണിക്കൂർ. പിന്നെ ലാഗ്, നല്ല രീതിയിൽ ലാഗ് വന്നിട്ടുണ്ട്. എൻ്റെ ഇപ്പുറത്തിരുന്ന ഒരു ചേട്ടനെ കക്ഷി അവിടെ വന്ന് നല്ല സ്റ്റൗട്ട് നല്ല ലുക്കൊക്കെ ആയിട്ടാണ് വന്നത്. ലുക്കായിട്ട് വന്ന് ഇപ്പുറത്തിരുന്ന് പടം തുടങ്ങി. ഞാൻ വിചാരിച്ച് കുറച്ച് നേരം കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ച് ഈ പടത്തിനകത്ത് നമ്മൾ DTS അല്ലയോ, വട്ടം DTS അല്ലയോ, അതിനകത്തുള്ള ശബ്ദമെന്ന് വിചാരിച്ചു. നമ്മൾ സൈഡിൽ നിന്നൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ശബ്ദം കേട്ടോണ്ട് നോക്കിയപ്പോൾ പുള്ളി ഇരുന്ന് കൂർക്കം വലിച്ച് കിടന്നുറങ്ങും. ഞാൻ വിചാരിച്ച് സിനിമയ്ക്കകത്തുള്ള ശബ്ദമായിരിക്കും എന്ന്. തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ഇരുന്ന് ഉറങ്ങുക. എന്നിട്ട് ഇൻ്റർവെല്ലായപ്പോൾ പടം തീർന്നതാണ് പുള്ളി ചോദിച്ചത്. പിന്നെ പുള്ളി ഫ്രഷ് ആയിട്ടൊക്കെ വന്ന് സ്നാക്സൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് ഇരുന്ന് കഴിച്ച് ഫ്രഷ് ആയിട്ടാണ് പോയത്. എന്നിട്ട് പറഞ്ഞ് എന്തോ പുള്ളിയൊന്നും കണ്ടില്ല, കഥയൊന്നും അറിയത്തില്ല, പുള്ളി ഇരുന്ന് ഉറങ്ങുക. കാരണം പല സീനിലും കോട്ട് വായിക്കിട്ടുണ്ട് ഇതൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ പ്രശാന്ത് നീലിൻ്റെ കുറച്ച് KGF കാണിച്ചേക്കുന്ന അതേ ഇത് തന്നെ, മേക്കിംഗ് സ്റ്റൈല് തന്നെ. KGF ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആ സെറ്റ് പൊളിക്കുന്നതിന് മുമ്പ് തന്നെ കുറച്ച് ഷൂട്ട് ചെയ്തെടുത്തായിരിക്കും കുറച്ച് സീനൊക്കെ അതിനകത്ത് ഇടയ്ക്ക് കാണിക്കുന്നുണ്ട്. അതോ KGF എഡിറ്റ് ചെയ്ത് കയറ്റിയതൊന്നും അറിയത്തില്ല. കുറച്ച് സീൻ അതേപോലെ കറക്റ്റ് ആ KGF കാണിക്കുന്ന പോലെ തന്നെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് കുറേ ഡയറക്ഷനിൽ മിസ്റ്റേക്ക് എന്ന് കുറച്ച് ഉണ്ട്, എങ്കിലും അതൊന്നും ഇവിടെ വലിയ രീതിയിൽ ശ്രദ്ധിക്കത്തില്ല. പിന്നെ പടത്തിനകത്ത് അവസാനത്തിലോട്ട് പോകുമ്പം സെക്കൻഡ് പാർട്ടിലോട്ട് ഇടുന്നു. ഇത് ഫസ്റ്റ് പാർട്ടാണ് നമുക്ക് 2 പാർട്ടായിട്ട് ഇറക്കുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് പാർട്ടിലോട്ട് വരുവാന്ന് കാണിക്കുന്നുണ്ട്. സെക്കൻഡ് പാർട്ട് എനിക്ക് ഇപ്പം നമ്മൾ KGF ഞാൻ ഫസ്റ്റ് ഇറങ്ങിയപ്പം എൻ്റെ ഒരു കാര്യം പറയുമ്പോൾ എനിക്ക് ഒരു ഫസ്റ്റ് ഹാഫ് ഒരു ആവറേജ് ആയിട്ട് വന്നിട്ട് സെക്കൻഡ് ഹാഫിൽ ഒരു 20 മിനിറ്റ് ആണ് അത് അത്രയും ഇതായിട്ട് പോയി, ഹൈപ്പിലോട്ട് പോയത്. എന്ന് പറഞ്ഞാൽ നമുക്കത് കാത്തിരിക്കാനുള്ള ഒരു ഇതുണ്ടായി. ഇതൊക്കെ അവസാനം ഒരു സീനുണ്ട്, മറ്റേ ഗരുഡെ കൊല്ലുന്ന ഒരു സീനുണ്ടല്ലോ, വെള്ളത്തിൽ നിന്ന് മുങ്ങി വന്ന്. അത് കഴിഞ്ഞിട്ട് ആ കസേര വന്ന് ഇരിക്കുമ്പം ഒരു രോമാഞ്ചം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു BGM അങ്ങനെയൊക്കെയുള്ള ഒരു ഇതുണ്ട്. പറയുമ്പോൾ തന്നെ രോമാഞ്ചം വരുന്നുണ്ട് ആ KGF ഫസ്റ്റിനകത്തുള്ള. ഇപ്പോൾ സെക്കൻഡിലോട്ട് വരുവാണെങ്കിലും അതേപോലെയുള്ള സീനുകൾ കുറേ അതിരയുടെ വാളൊക്കെ വരുമ്പോൾ എല്ലാവരും പേടിക്കുന്ന ഒരു സീനുണ്ട്. അത് തന്നെ കോപ്പി അടിച്ച് പ്രശാന്ത് ഈ ദേവയുടെ പ്രഭാസിനെ കണ്ടുകൊണ്ട് എല്ലാവരും ഇങ്ങനെ പേടിക്കുന്നൊക്കെ ഉണ്ട്. എന്തിനാന്ന് നമുക്കതൊന്നും ഫീൽ ആവുന്നില്ല, എനിക്കൊന്നും ഫീൽ ആയിട്ടില്ല. ചുമ്മാതെ അങ്ങനെ ഏതാണ്ടൊക്കെ ആണെന്ന് പ്രഭാസ് കാണിക്കുന്നുണ്ട്. എനിക്ക് ഏതാണ്ടൊക്കെ വലിയ ആളാണെന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഒന്നും ഫസ്റ്റ് പാർട്ടി അത് ഫീൽ ആയിട്ടില്ല. പിന്നെ നിർത്തിയേക്കുന്നത് തന്നെ അറിയാലോ, ഒരു സെക്കൻഡ് പാർട്ടിലോട്ട് ഒരു ഇതിട്ടേക്കുന്ന രീതിയിൽ ഇയാളും ശൗര്യന്മാരും ഇതും കസാർക്ക അവർ തമ്മിലുള്ള ഒരു പോരാട്ടം സെക്കൻഡ് പാർട്ടിലോട്ട് ഇട്ടേക്കുന്ന രീതിയിലാണ് നിർത്തിയേക്കുന്നത്. ഇപ്പോൾ ഈ ദേവ എന്ന് പറഞ്ഞത് വെറും ആൾക്കാരല്ല, ഇവരുടെ തന്നെ നാട്ടുകാരാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു രീതിയിലാണ് നിർത്തിയേക്കുന്നത്. അത് വലിയ നിർത്തലായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ട്വിസ്റ്റ് ആയാലും ഒന്നും എനിക്ക് വലിയതായിട്ട് തോന്നില്ല. കാരണം ഇതൊക്കെയാണ് വരാൻ പോകുന്നതെന്ന് പ്രശാന്ത് നീലിൻ്റെ സിനിമ കാണുന്നവർക്ക് മനസ്സിലാവും. അല്ലാതെ എനിക്ക് കൂടുതൽ ഒന്നും തോന്നിയില്ല. ഒരു ആവറേജ് സിനിമ. പിന്നെ ഇതിൻ്റെ പ്രൊമോഷന് കിട്ടിയപ്പം എല്ലാവരും പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇത് KGFൻ്റെ അച്ഛനായിട്ട് വരുമെന്നാണ് സലാറിനെ പറ്റി പുകഴ്ത്തിയേക്കുന്നത്. എനിക്ക് കണ്ടിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ KGFൻ്റെ അയൽവക്കത്തുള്ള ഏതോ ഒരാളായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. അയൽവക്കം അതുമായിട്ട് കമ്പയർ KGF എന്ന് പറഞ്ഞാൽ KGF, ഇനി അതിന് വെല്ലാനൊരു പടം ഇനി ആലോചിക്കണം. ഇനി പ്രശാന്ത് നീലിനോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇനി ചെറിയ ചെറിയ പടങ്ങളെടുത്ത് ആൾക്കാരെ ഒന്ന് കൺവിൻസ് ചെയ്യാൻ നോക്കണം. ഇത് തന്നെ അങ്ങ് ആക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ വില തന്നെ പോകും. ഇത് തന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ.